വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് യാഫിഖ്, വേദിയിലുള്ള ബഹുമാന്യനായ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് ഉമർ അലി തങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞിപ്പ ഹാജി സാഹിബ്, വൈദ്യകുട്ടി സാഹിബ്, പ്രിയപ്പെട്ട നിയാസ്, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് സമ്മേളനം 2 ദിവസമായി ഇവിടെ നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതോടനുബന്ധിച്ചുള്ള സമ്മേളനവും നടക്കുന്നത്. ഇന്നത്തെ ഈ സായാഹ്നം മുസ്ലിം ലീഗ് പാർട്ടിയുടെ വളരെ നാളുകളായി നാം ഉയർത്തിപ്പിടിച്ച ഒരു പോരാട്ടം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ മനുഷ്യസ്നേഹികളും ഒരുപോലെ നടത്തിയ ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന് താൽക്കാലികമായി ഒരു ശമനമുണ്ടായിരിക്കുന്നു എന്ന് പറയാം. അത് ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഗാസയുടെ മണ്ണിൽ ഇന്ന് വെടിയൊച്ച നിലച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ 20 തടവുകാരെ പലസ്തീൻ അവർക്ക് കൈമാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ വിഷയങ്ങളിലൊക്കെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ്, ഞാൻ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുകയാണ്, ഇത് 7ാമത്തെ യുദ്ധമാണ് എൻ്റെ സമാധാന ശ്രമം കൊണ്ട് അവസാനിക്കുന്നത്, ഞാൻ നോബൽ സമ്മാനം ആഗ്രഹിച്ചിട്ടല്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ മുമ്പിൽ പലസ്തീനിൽ ഇങ്ങനെ ഒരുപാട് സമാധാന ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നോബൽ സമ്മാനം ആഗ്രഹിക്കുക മാത്രമല്ല, ടെലവീവിലേക്ക് എത്തുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡൻറ്റ് നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകങ്ങളാണ്, ഞാനൊരു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, എനിക്ക് നോബൽ സമ്മാനമൊന്നും വേണ്ട. ഞാനത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഓർത്തത്, ഈ പലസ്തീനിലെ വിഷയങ്ങൾ പലതവണ അവസാനിപ്പിച്ചതാണ് എന്ന് മാത്രവുമല്ല, പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ പേരിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുമുണ്ട്. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പലസ്തീൻ വിമോചന മുന്നണിയുടെ നേതാവായിരുന്ന യാസർ അറഫാത്തിനാണ്. അന്നത് കൊടുക്കുന്ന ഘട്ടത്തിൽ അന്ന് ഉടമ്പടി ഉണ്ടായത് നോർവേയിൽ വെച്ചാണ്. ഓസ്ലോ ഉടമ്പടി എന്നായിരുന്നു അന്ന് ആ കരാറിൻ്റെ പേര്. ആ ഓസ്ലോ ഉടമ്പടി നോബൽ സമ്മാനം വരെ അത് കിട്ടിയ ആ സമാധാന കരാർ 1993 ലംഘിച്ചതിന് ശേഷം
പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഇപ്പോഴും അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന സമാധാന കരാറുകൾക്ക് എത്ര ആയുസ് എന്ന് പറയാൻ കഴിയില്ല, ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ നടക്കുന്നത് സത്യത്തിൽ ജൂതന്മാരോട് മാത്രമുള്ളൊരു പോരാട്ടമല്ല, യഹൂദരുമായുള്ളൊരു പോരാട്ടം എന്ന് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. ഇന്ത്യയിൽ എങ്ങനെയാണോ ഹൈന്ദവ സമുദായം ത്തിൻ്റെ മതവിശ്വാസങ്ങളെ ഫാസിസ്റ്റുകൾ RSSകാർ ഉപയോഗപ്പെടുത്തുന്നത്, RSS എടുക്കുന്ന അതേ രീതിയിൽ ജൂതന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സയണിസ്റ്റുകൾ അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുകയാണ്. സയണിസത്തിനൊരു സാമ്രാജ്യം എന്ന അവരുടെ ലക്ഷ്യം അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, 1800 കാലഘട്ടങ്ങളിലുള്ളതാണ്. അതിനുശേഷമാണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. അന്ന് ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വലിയ തോതിൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം നടന്നു. ഒരു ഭാഗത്ത് ബ്രിട്ടൻ, മറുഭാഗത്ത് ജർമ്മനി. ജർമ്മനിയെ പിന്തുണക്കാൻ കൂടെ നിന്നത് ഓട്ടോമൻ എംപയറാണ്, അതായത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണകൂടം. അന്ന് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ഇന്നത്തെ പലസ്തീൻ. ഒന്നാം ലോകമഹായുദ്ധത്തിലാണ് 1917 പലസ്തീൻ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കയ്യിൽ നിന്ന് ബ്രിട്ടൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ബ്രിട്ടൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ബ്രിട്ടൻ ആ യുദ്ധത്തിലെടുത്ത ഒരാശയമുണ്ടായിരുന്നു. ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ജൂതന്മാർ പടയാളികളായി പട്ടാളക്കാരായി അവർക്കിടയിലുണ്ട്. ആ ജൂതന്മാരുടെയൊക്കെ പിൻബലം കിട്ടുക എന്നുള്ള നിലക്ക് നിങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞ ഒരു വാഗ്ദത്ത ഭൂമിയുണ്ട്, അത് ഞങ്ങൾ പലസ്തീനിൽ നടപ്പാക്കി തരും. പലസ്തീനിൽ യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞ ഘട്ടത്തിൽ അവരാദ്യം ചെയ്തത് ലോകത്തിൻ്റെ വലിയ എതിർപ്പില്ലാതെയാക്കുന്നതിന് വേണ്ടി ആ ഭൂമി ഐക്യരാഷ്ട്ര സഭയ്ക്ക് കൈമാറുകയാണ്. അന്ന് ഐക്യരാഷ്ട്രസഭയില്ല. അന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ പേര് യുണൈറ്റഡ് നാഷൻസ് എന്നല്ല, ലീഗ് ഓഫ് നാഷൻസ് എന്നാണ്. ലീഗ് ഓഫ് നാഷൻസിന് കൈമാറുകയും ലീഗ് ഓഫ് നാഷൻസ് ഏറെക്കാലം അത് കൈവശം വെക്കുകയും ചെയ്തു. ലീഗ് ഓഫ് നാഷൻസിൻ്റെ കൈവശം അത് ഇരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ജനാദ ബൈത്തുൽ മുഖദ്ദിസിൽ മറവ് ചെയ്യാൻ ഇടയായ കാരണം അതാണ്. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടനിൽ വെച്ച് മരിക്കുകയും, മരിച്ചപ്പോൾ ജനാദ ഇവിടെ മറവ് ചെയ്യണം. കാരണം ജോർദൻ ജാമൻ ചക്രവർത്തി മരിക്കുന്ന കാലത്ത് ബ്രിട്ടനിൽ വെച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയ ഒരു നേതാവ് അവിടെ വെച്ച് മരിക്കുകയാണ്. മരിക്കുമ്പോൾ അവസാനത്തെ വാചകം ഗിവ് മീ ഫ്രീഡം ഓർ ഗിവ് മീ ഗ്രേവ് എന്നാണ്. ഒന്നുകിൽ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഭൂമിയിൽ എനിക്ക് 6 അടി മണ്ണ് വേണം, ഒരു ഖബർ വേണം. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ അന്ന് അവർ തിരഞ്ഞെടുത്തത് ബൈത്തുൽ മുഖദ്ദിസാണ്. ബൈത്തുൽ മുഖദ്ദിസിൻ്റെ പാർശ്വങ്ങളിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ മയ്യത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അന്ന് ഐക്യരാഷ്ട്രസഭയുടെ കയ്യിലാണ് ആ ഭൂമി കിടക്കുന്നത്. പിന്നീട് 1947 ആ രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഒരു രാഷ്ട്രം നൽകാമെന്നുള്ള ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമാണ്. അന്ന് നിങ്ങൾക്കറിയാം, ഇസ്രായേലിൽ ഒരു ജൂതരാഷ്ട്രവും
പലസ്തീൻ ഒരു രാഷ്ട്രവും മുസ്ലിം അറബികൾക്ക് ഒരു രാഷ്ട്രവും പലസ്തീൻ എന്ന രാഷ്ട്രവും എന്നൊരു വാദമോട് ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് അതിനെ ശക്തമായി എതിർത്ത ലോകരാഷ്ട്ര നേതാക്കളിൽ ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജിക്ക് അന്ന് സ്വന്തമായൊരു പത്രമുണ്ടായിരുന്നു, യങ് ഇന്ത്യ. യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയത് പലസ്തീൻ്റെ മണ്ണ് അറബികളുടേതാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണോ ബ്രിട്ടൻ എന്നതുപോലെ അറബികൾക്ക് പലസ്തീൻ അവരുടേതാണ്, അത് അവർക്ക് നൽകണം. അത് ലോകത്ത് മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമായിരുന്നു ഗാന്ധിജിയുടെ ശബ്ദം. പക്ഷെ അത് ഉണ്ടായില്ല. അതിനുശേഷം ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടു, പലസ്തീൻ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടില്ല. 48 ഘോരമായ യുദ്ധമുണ്ടായി, വലിയ പോരാട്ടങ്ങളുണ്ടായി. ആ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ പിന്നീടുണ്ടായത് വലിയ പലായനമാണ്. 48 യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈജിപ്തിലേക്കും ജോർദാനിലേക്കുമൊക്കെ പലായനം ചെയ്തു പോയത്. പിന്നെയുള്ള കാലഘട്ടം 76 വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ കരുക്കൽ നീങ്ങിയപ്പോൾ അന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഇവിടെയുള്ള ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട ചരിത്രം അതാണ്. അവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ റോള് കാണുക. ഒരു ഭാഗത്ത് അമേരിക്ക, മറുഭാഗത്ത് റഷ്യ. അന്ന് ലോകത്ത് 2 ശാക്തിക രാഷ്ട്രങ്ങളാണ്. ഇന്നത്തെ റഷ്യയല്ല, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് തീരുമാനിക്കുന്നോ അതിനെതിരായി റഷ്യ തീരുമാനിക്കുക. അങ്ങനെ 2 ശാക്തിക രാഷ്ട്രങ്ങളുടെ നടുവിൽ ലോകം നിൽക്കുന്ന ഘട്ടത്തിലാണ് അന്ന് നെഹ്റു ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ ചേരിചേരാ പ്രസ്ഥാനത്തിലെ നായകന്മാർ ഒന്ന് ഇന്ത്യയുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, യൂഗോസ്ലോവിയയുടെ ടിറ്റോ, ഈജിപ്തിൻ്റെ ഗമാൽ അബ്ദുൽ നാസർ, ഇന്തോനേഷ്യയുടെ സുകർണോ. ഇവരൊരുമിച്ച് നിന്നാണ് ആദ്യമായി ഈ ചേരിചേരാ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ ഏറ്റെടുത്തത് പശ്ചിമേഷ്യയിലെ സമാധാനമാണ്. ഒരുപാട് ചർച്ചകൾ നടത്തുക മാത്രമല്ല, അന്ന് പലസ്തീൻ വിമോചന മുന്നണി എന്ന് പറയുന്ന PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയെ ലോകത്താദ്യമായി അംഗീകരിക്കുക എന്നുള്ള ദൗത്യമാണ് ചേരിചേരാ പ്രസ്ഥാനം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഏറ്റെടുത്തത്. അവർ ഏറ്റവും വലിയൊരു ഡിക്ലറേഷൻ അതായിരുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു മാറ്റുക മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് PLOയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം പണ്ഡിറ്റ് നെഹ്റു ഒരു കാര്യം ചെയ്തു. ലോകത്താദ്യമായി PLOയെ അംഗീകരിച്ച മുസ്ലിങ്ങളല്ലാത്ത ഒരു രാഷ്ട്രം ഇന്ത്യയായിരുന്നു. ലോകത്താദ്യം ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലാതെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം എന്ന ബഹുമതി ഇന്ത്യക്കുണ്ടായി. അന്ന് പഴയകാലത്തെ ആളുകൾക്കറിയാം, പുതിയ തലമുറക്കറിയില്ല, യാസർ അറഫാത്തിൻ്റെ വേഷം ഇതായിരുന്നില്ല. യാസർ അറഫാത്ത് കറുത്ത സഫാരി സൂട്ടാണ് ധരിക്കുക. യാസർ അറഫാത്തിൻ്റെ തലയിൽ പലസ്തീനികൾ ധരിക്കുന്ന ആ ഷാളുണ്ടാകും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇടത്തെ കയ്യിൽ ഒരു ഒലിവിൻ്റെ കൊമ്പുണ്ട്, വലത്തെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ട്. ലോകത്തെവിടെയും വന്നിറങ്ങുക അദ്ദേഹം ആ വേഷത്തിലാണ്. ലോകത്ത് വന്നിറങ്ങുക. അദ്ദേഹത്തെ ആദ്യം ലോകരാഷ്ട്ര നേതാവായി അംഗീകരിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത രാജ്യവും ഇന്ത്യയാണ്. അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു വലിയ സമരമുറ കൂടി അവിടെ ഉണ്ടായി, ഇൻതിഫാദ. എന്നാൽ മൂർച്ചയേറിയ കല്ലുകൾ കൊണ്ട് ശത്രുവിനെ എറിഞ്ഞ് തുരത്തുന്ന ഒരു ശൈലിയാണ്. പലസ്തീനികൾ ആ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത ഒരു യുദ്ധമുറയാണ്. ആ ഇൻതിഫാദ മുറുകിയപ്പോഴാണ് ഓസ്ലോ ഉടമ്പടിയിലേക്കൊക്കെ എത്തുന്നത്. കാരണം ഒരു പോരാട്ടം നടന്ന, ഞാൻ പറഞ്ഞത് പല ഘട്ടങ്ങളിലായി പോരാട്ടം നടന്ന ഒരു മണ്ണാണത്. ആ മണ്ണ് പിന്നീട് നിങ്ങൾക്കറിയാം, യാസർ അറഫാത്തിൻ്റെ ഭരണമുണ്ടായി. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് പകരം ഹമാസ് വന്നു. അങ്ങനെ ഒരുപാട്, ഇപ്പോഴും 2-3 സംഘടനകൾ അവിടെ ഉണ്ട്. ഹമാസിനാണ് കുറെ കൂടി സ്വാധീനമുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പലസ്തീനിലുള്ളത്.
പക്ഷെ ആ രാഷ്ട്രത്തിൽ ഇനി സമാധാനമുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയ പരിശ്രമം പോരാ, ഒരു നാട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് 22 ലക്ഷത്തോളം ജനങ്ങളാണ്. അതിൽ 93% ആളുകൾക്ക് സ്വന്തമായ ഭൂമിയില്ല, 96% പേർക്ക് വീടുമില്ല. അവർക്ക് താമസിക്കാൻ വീടുണ്ടാക്കണമെങ്കിൽ അതൊരു വലിയ ദൗത്യമാണ്. അവിടെ നടന്നത് വംശഹത്യയാണ്. ഒരു ജനതയെ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക. ആ കുഞ്ഞുങ്ങളൊക്കെ സഹിച്ച ത്യാഗം എത്ര വലുതാണ്. നിങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാകും, എന്തിനിപ്പോൾ എത്രയപ്പോൾ നമ്മളീ നടക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് പലസ്തീനിലെ ആ ജനത സഹിച്ച ത്യാഗം എന്താണ്. വെടിവെച്ചൊരു ഭാഗത്ത് നടക്കുമോ, ഉമ്മ നഷ്ടപ്പെട്ട 13 വയസ്സുകാരിയായ ഒരു കുട്ടി തൻ്റെ സ്വന്തം കൊച്ചനുജരെ നെഞ്ചത്ത് പേറിക്കൊണ്ട് ഓടുന്ന ഒരു കാഴ്ച നാം പത്രങ്ങളിൽ കണ്ടു. എത്ര ഭീകരമാണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് രാഷ്ട്രീയമായ ഒന്നായിട്ടല്ല. ലീഗിന്, മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇതിലൊരു വൈകാരികമായ ഒന്നുണ്ട്. ആ വൈകാരികത്തിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ജനാദ അവിടെ യാദൃച്ഛികമായി കൊണ്ടുപോയെന്ന് വെച്ചതല്ല. ആ കാലഘട്ടത്തിൽ പലസ്തീൻ ഗ്രാൻഡ് മുഫ്തിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമാണ്, ജൗഹറിനുണ്ടായിരുന്ന ബന്ധം. നിങ്ങളൊക്കെ ചരിത്രത്തിൽ വായിച്ചു കാണും. ലോകമുറങ്ങിക്കിടക്കുമോ കഅബത്തിന്റെ ഒല്ലി കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 2 നേതാക്കന്മാർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ കഥ. കാരണം രാത്രി സമയത്ത് കഅബയിൽ പോയി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുഹമ്മദ് അലി ജൗഹർ എഴുന്നേറ്റ് പോയതാണ്. അന്ന് ഇന്നത്തെ പോലെ മക്കയുടെ ഹറം ഇന്നത്തെ പോലെ പുരോഗതി കൈവരിച്ചിട്ടില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാൻ കഅബയിലേക്ക് പോയപ്പോൾ ഒരാളുടെ ശബ്ദം കേട്ടു. ഒരു മനുഷ്യൻ കഅബത്തിൽ ഒല്ലി പിടിച്ച് കരയുകയാണ്, നാഥ സ്വതന്ത്രമായി ജീവിക്കണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു, പക്ഷേ എൻ്റെ രാജ്യത്തിന് നീ സ്വാതന്ത്ര്യം തന്നില്ല നാഥ എന്ന് പറയുന്ന കരയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വന്ന് ഒരാൾ കെട്ടിപ്പിടിച്ചു. അത് പലസ്തീനിലെ അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. ആ ബന്ധം വളരെ നാളുകളോളം അന്ന് നിലനിന്നു. ആ ബന്ധം കൊണ്ടാണ് ജൗഹറിന്റെ മയ്യത്തും അവിടെ വെക്കാൻ തീരുമാനിച്ചത്. ഒന്ന് അദ്ദേഹവുമായുള്ള ബന്ധം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് സേഠ് സാഹിബ് എടുത്തിരുന്ന ബന്ധം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഒരു മന്ത്രിയായതിനു ശേഷം അഹമ്മദ് സാഹിബ് എടുത്തത്. അഹമ്മദ് സാഹിബാണ് ഞാൻ മനസ്സിലാക്കുന്നത് യാസർ അറഫാത്തിനെ അവസാനമായി സന്ദർശിച്ച ലോകരാഷ്ട്ര നേതാവ്. രോഗിയായി കിടക്കുമ്പോഴാണ്, വലിയ പ്രയാസത്തിലാണ്. അഹമ്മദ് സാഹിബ് പറഞ്ഞു, അങ്ങയോടൊപ്പം നമസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമസ്കാരം നിർവഹിച്ചു, പ്രാർത്ഥന നിർവഹിച്ചു. അഹമ്മദ് സാഹിബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഇന്ദിരാഗാന്ധിയെ പെങ്ങൾ എന്ന് വിളിച്ചത് ഈ രാജ്യം അവരോട് കാണിച്ച താല്പര്യമാണ്. അപ്പൊ നമുക്കൊരു വൈകാരികമായ ബന്ധമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ശബ്ദമുയർത്തിയാലും അതിൻ്റെ ഗുണഫലമുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുകൊണ്ടാണ്. ഒരു ഘട്ടത്തിൽ അവർക്കവിടെ ഒരു രാഷ്ട്രം കൊടുക്കാം ജൂതന്മാർക്കെന്ന് തീരുമാനിച്ച ബ്രിട്ടൻ അവരുടെ തീരുമാനം തന്നെ തെറ്റായിരുന്നു എന്ന് പറയുന്ന രീതിയിലാണ് പലസ്തീനെ പ്രഖ്യാപിച്ചത്. പലസ്തീനെ ലോകരാഷ്ട്രമായി അംഗീകരിച്ചു. പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചത് പരസ്യമായിട്ടാണ്. പലസ്തീൻ്റെ എംബസിയിൽ വന്ന് ഭരണാധികാരി പതാക ഉയർത്തിയിട്ട് പലസ്തീൻ്റെ ചിഹ്നം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. സ്വീഡൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള
യൂറോപ്പിലുടനീളം ആ രീതിയിലുള്ള കാനഡ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴാണ് ഈ ലോക ജനത ഇസ്രായേലിനെതിരാണ് എന്നവർ മനസ്സിലാക്കുന്നത്. ഐക്യരാഷ്ട്രസഭക്കകത്ത് നേരത്തോടെ ഞാൻ വരുമ്പോൾ പ്രസംഗിച്ചിരുന്നല്ലോ, ഐക്യരാഷ്ട്രസഭക്കകത്തും സംഭവിച്ചത് തന്നെയാണ്. ലോകത്താദ്യമായിട്ടാണ് ഒരു ലോകരാഷ്ട്ര നേതാവ് പ്രസംഗിക്കുന്ന സമയത്ത് മറ്റ് ലോകരാഷ്ട്ര നേതാക്കന്മാർ ബോയ്ക്കോട്ട് ചെയ്യുന്നത്. കൂക്കി വിളിച്ചിറങ്ങി പോവുക, നിശബ്ദരായി ഇരിക്കാറുണ്ട്. കൂക്കി വിളിച്ചിറങ്ങിപ്പോയി ഞങ്ങളിതിനെതിരാണ്, ഞങ്ങളിതിനെതിരാണ് എന്നവർ ലോകത്തോട് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും അമേരിക്കക്ക് മനസ്സിലായി ഇത് അപകടകരമാണ്, ഇത് അപകടകരമാണ്. ഈ രീതിയിൽ പോയാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എതിരാകും. ഇവരാണെങ്കിൽ ഒരു ധിക്കാരിയുടെ ഭാഷയാണ്. ആരാണോ തങ്ങൾക്ക് എതിരായി വരുന്നത് അവരെയൊക്കെ തകർക്കുക. ഒരു ഭാഗത്ത് ഇറാൻ മനസ്സുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇറാനിലേക്ക് അനാവശ്യമായി ബോംബർ വിമാനങ്ങൾ അയച്ചു. സമാധാന ശ്രമങ്ങൾ നടത്താൻ വേണ്ടി ഖത്തർ തീരുമാനിച്ചപ്പോ ആ സമാധാന ശ്രമങ്ങൾക്കായി എത്തിയ ഹമാസിന്റെ നേതാക്കന്മാർ താമസിക്കുന്ന ഇടം നോക്കിയിട്ട് ബോംബർ വിമാനങ്ങൾ അയച്ചു. അറബ് ലോകം മുഴുവൻ ശത്രുക്കളായി. അവർക്ക് അനുകൂലമെന്ന് പറയാൻ ഒരു രാജ്യം പോലും ഇല്ലാത്ത ദുരവസ്ഥയിലേക്ക് അവരെത്തി. ഇനി അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജൂതന്മാർ മുഴുവൻ ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ല. പലസ്തീന ഈ ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിനെതിരെ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഇസ്രായേലിന്റെ മണ്ണിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഈ പ്രക്ഷോഭങ്ങളൊക്കെ ആണ് ഇവർ മുട്ടുമടക്കാൻ തയ്യാറാകേണ്ടി വന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഏറ്റെടുത്ത ഡ്യൂട്ടി, നിങ്ങളിത് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി എന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ലോകത്ത് നവമാധ്യമങ്ങൾ കണ്ണു തുറക്കുന്ന കാലം, ലോകത്ത് നവമാധ്യമങ്ങൾ കണ്ണു തുറക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പലസ്തീൻ അംബാസഡർ എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. എങ്ങനെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്? നിങ്ങളുടെ നവമാധ്യമങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ, ലോകത്തിൻ്റെ ഫേസ്ബുക്ക് ആകട്ടെ, അല്ലെങ്കിൽ ലോകത്തുള്ള ഏതൊരു നവമാധ്യമമാകട്ടെ, ആ മാധ്യമങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് ലോകം കാണുന്നുണ്ട്, ലോകം വീക്ഷിക്കുന്നുണ്ട്. ലോകത്തുയർന്നു വന്ന ആ ഒരു വലിയ രോഷത്തിനൊടുവിലാണ് ഇന്ന് ആ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് കഴിയണം. ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് ഒരു ഭാഗത്ത് അന്തർദേശീയ തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. നമ്മുടെ രാജ്യവും വളരെ അപകടകരമായൊരു പാന്താവിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ അപകടകരമായ പാന്താവ് എന്നത് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ വേരുകളാണ്. അത് വലിയ തോതിൽ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുകയും ചെയ്തുകൊണ്ടൊരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, സത്യത്തിൽ നമ്മുടെയൊക്കെ നിലപാടുകളുടെ കരുത്തുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. ഇവിടെ വെച്ചാണല്ലോ നമ്മൾ വഖഫ് റാലി നടത്തിയത്. ഈ വേദിയിലാണല്ലോ അന്ന് ഞങ്ങളൊക്കെ പ്രസംഗിച്ചത്. അന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ, വഖഫിന്റെ കാര്യത്തിൽ അപകടകരമായ നിയമനിർമ്മാണം ഉണ്ടായിരിക്കുന്നു, അത് തടയും. മുസ്ലിം ലീഗിന്റെ MP മാർ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ ഘോരമായ പ്രസംഗം
ഇന്നും മറക്കാൻ കഴിയില്ല അന്നത്തെ പ്രസംഗങ്ങൾ. ആ സമയത്ത് ഒരു വേള അമിത്ഷാക്കും മോദിക്ക് പറയേണ്ടി വന്നു, എന്നോട് വിയോജിക്കുന്നത് അവിടെ രണ്ടാളുകളാണ്, അത് മുസ്ലിം ലീഗ് അംഗങ്ങളാണ് എന്ന് പറയേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഒരു ശക്തമായി പോരാടി, ഇന്ത്യൻ പാർലമെന്റിൽ പോരാടി, രാജ്യസഭയിൽ പോരാടി. അവസാനിപ്പിക്കില്ല, ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോകുക മാത്രമല്ല, ആ സുപ്രീം കോടതി നടന്ന പോരാട്ടത്തിലൂടെ നമ്മൾ പറഞ്ഞ, ഞാൻ ആരാ പേരിട്ടൊരു നമ്മുടെ നവാസ് സാഹിബ് എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും ഇവർക്ക് പിൻവലിക്കേണ്ടി വന്നു. കോടതി പറഞ്ഞു അത് പറ്റില്ല, പാർലമെന്റിന്റെ കരുത്ത് കൊണ്ടൊന്നും നടപ്പാക്കാൻ കഴിയുന്നതല്ല ഇതെന്ന് ഡിക്ലെയർ ചെയ്തു. ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി ചെയ്യുന്ന ദൗത്യം എന്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇനി അതാ നിങ്ങളെ വോട്ടർ പട്ടികയിലൂടെ പുറത്താക്കാൻ നോക്കുന്നു. ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് ബീഹാറിലൊക്കെ പുറത്തു പോയത് എന്നാണ്. ഇന്നലെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്, അത് ജനസംഖ്യാ വർധനവ് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത് ജനങ്ങളുടെ ജനനം കൊണ്ടാണെന്ന്, അതിനപ്പുറം ഇങ്ങോട്ട് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെ ചാരന്മാരായി മുദ്രകുത്തുകയാണ്. അമിത്ഷാ ഇതിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്. എന്നിട്ട് ആ പേര് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ആ SIR നടപ്പാക്കുന്ന ഘട്ടത്തിൽ എന്തേ നമുക്ക് അല്പമൊന്ന് ഭയം കുറഞ്ഞത്? വോട്ടർ പട്ടികയുടെ വിഷയം വരുമ്പോൾ 12 ഡോക്യുമെന്റ് അംഗീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എല്ലാവരുടെ കയ്യിലുമുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അത് നിങ്ങളുടെ ആധാർ കാർഡാണ്. ആധാർ കാർഡ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു. രാജ്യം സുപ്രീം കോടതിയിലെത്തി കേസ്. സുപ്രീം കോടതിയിൽ കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കെ ആധാർ കാർഡ് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സീനിയറായ അഭിഭാഷകൻ കപിൽ സിബൽ എഴുന്നേറ്റ് ചോദിച്ചു, ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി പൗരത്വ രേഖ ഉണ്ടാക്കുകയാണോ വോട്ടർ പട്ടിക ഉണ്ടാക്കുകയാണോ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വോട്ടർ പട്ടിക ഉണ്ടാക്കുകയാണ്. എങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് അംഗീകരിക്കാൻ കോടതി അനുമതി കൊടുക്കണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉടനെ പറഞ്ഞു ആധാർ കാർഡ് രേഖയായി അംഗീകരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കപിൽ സിബൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ അഭിഭാഷകനെ ഇന്ത്യ രാജ്യത്തിന് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിക്കാൻ ഏൽപ്പിച്ച പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് എന്നറിയുമ്പോഴാണ് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടെ പാർട്ടി ഇടപെടുന്നത് എന്ന്. വഖഫ് മാത്രമല്ല, ഏത് വിഷയങ്ങളിലും പാർലമെന്റിൽ കഴിയാത്തത് നീതിപീഠത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ സാധ്യമാക്കിയെടുക്കുക. ലീഗ് ചെയ്ത ഡ്യൂട്ടി അതാണ്. അത് പുതിയ തലമുറ ഏറ്റെടുക്കുകയാണ്. പലർക്കും തെറ്റിദ്ധരിച്ചു പോയി, നമ്മളാകെ തകർന്നു പോകുമെന്ന് കണക്ക് കൂട്ടിയവരുണ്ട്. ഇതാ എൻ്റെ സുഹൃത്ത് നവാസ് കൊണ്ട് കടന്നു വന്നു. നവാസ് കടന്നു വരുമ്പോൾ നമുക്ക് എന്താ ഇത്ര ഏറെ ആവേശം? നവാസ് ഒരു വലിയ ഒരു ദൗത്യം നിർവഹിക്കുകയാണ്. നല്ല വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ വന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് രാഷ്ട്രീയമായി വേരോട്ടം ഉണ്ടാകില്ല എന്നാണ് ചില പറഞ്ഞത്. അത് ഉണ്ടാകില്ല. പക്ഷെ കാലം മാറി. നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ വന്നപ്പോൾ ഉന്നത സർവകലാശാലകളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥി സംഘടന ഉയർന്ന രീതിയിൽ അവർ വിജയിച്ചു തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് ദാറുൽ ഹുദയിലേക്കൊരു മാർച്ച് നടന്നു. എന്തേ ദാറുൽ ഹുദയിലേക്കൊരു മാർച്ച് നടക്കാൻ ഇവർ തിരഞ്ഞെടുത്തത്? CPM
അതിന് ഒരു വർഷം മുമ്പ് CPM നേതാക്കന്മാരുടെ പ്രസ്താവന വന്നിരുന്നു. എളമര കരീമിന്റെ. എന്താ കരീം പറഞ്ഞത്? തീവ്രവാദ സംഘടനകളിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ തീവ്രവാദികളെ സംഘടനയുണ്ടാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ചില ഏജൻസികൾ കേരളത്തിലുണ്ട്. കേട്ടാൽ വളരെ സിമ്പിളായിട്ടാണ് തോന്നുക. കാരണം എന്താ? ഡൽഹിയിൽ പോയാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ജാമിയ മില്ലിയ, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ നല്ല മികച്ച രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു നിരയുന്നുണ്ട്. അവരാണ് MSFന്റെ അസ്ഥിവാരം ഉണ്ടാക്കുന്നത്. ആ ചെറുപ്പക്കാരിലേറെയും ദാറുൽഹുദയിൽ നിന്ന് വരുന്നവരാണ്. അവരേറെയും വഫിയയിൽ നിന്ന് വരുന്നവരാണ്. വാഫി കോളേജുകളിൽ നിന്ന് വരുന്നവരാണ്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തല്ലാതെ ഇനി ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ചെറുക്കാനാവില്ല എന്നുള്ള രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി. അവിടെ മാത്രമല്ല, എല്ലായിടത്തും നമ്മുടെ ചെറുപ്പക്കാരിന്ന് വിദ്യാസമ്പന്നരായി. സ്കൂളിലേക്ക് യൂണിഫോം ഇട്ട് പോകുന്ന കുട്ടിയെ കാണാൻ കൊതിച്ച് കരഞ്ഞ CHന്റെ പാർട്ടി ഇന്ന് അഭിമാനം കൊള്ളുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ UDN ഭരിക്കുന്നത് ഇന്ന് MSF ആണ് എന്നുള്ളതിലേക്ക് അത് ഉയർന്നു. യൂണിവേഴ്സിറ്റി UDN ഭരിക്കുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളും സാധ്യത ഉറപ്പിച്ചു. ഒരു പുതിയ തലമുറക്ക് നമ്മുടെ സംഘടനയിൽ വിശ്വാസ്യത വന്നു. നാം എടുക്കുന്ന നിലപാടുകളാണ്. ഇന്ന് അലീഗഡിൽ യൂത്ത് ലീഗിൻ്റെ ദേശീയ സമ്മേളനം നടക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അലീഗഡിലല്ല, നമ്മുടെ ആഗ്ര സമിറ്റ്, താജ്മഹലിൻ്റെ നാട്ടിൽ ആ സമ്മിറ്റിന് പ്രത്യേകതയുണ്ട്. മുമ്പൊക്കെ ഇത്തരം ഒരു സമ്മേളനം നടത്താൻ യൂത്ത് ലീഗിന് ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകണം, എന്നാലേ സമ്മേളനം നടത്താൻ കഴിയും. ഇപ്പോഴങ്ങനെയല്ല. നേതാക്കന്മാർ പോയാൽ മതി. മുസ്ലിം ലീഗിന്റെ ദേശീയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നല്ലോ ഡൽഹിയിൽ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ആ ഉദ്ഘാടന ചടങ്ങിൽ കപിൽ സിബലടക്കം പങ്കെടുത്ത ഒട്ടേറെ നേതാക്കന്മാർ പങ്കെടുത്ത ആ ചടങ്ങിൽ പ്രസംഗം കേൾക്കാൻ എത്തിയവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ പരിപാടിയിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ളവരായിരുന്നില്ല. വളരെ ചെറിയ ശതമാനം ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരായിരുന്നു. അവർക്ക് മനസ്സിലാകുന്നു ഞങ്ങൾക്കൊരു രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. അതിൻ്റെ ബാക്കി പത്രമാണ് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ കേരളത്തിൽ നിന്നുള്ള ആരും പങ്കെടുക്കാതെ നടത്തിയ മാർച്ച്. ഇന്ന് ആഗ്രയിൽ നടക്കുന്ന യൂത്ത് ലീഗിന്റെ സമിറ്റ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ മുന്നേറ്റം നടക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കേരളത്തിൽ ചിലർ വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുന്നത്. എൻ്റെ ശബ്ദങ്ങൾക്ക് ഇന്ന ദൂരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഉണ്ടാകുമല്ലോ, നേതാക്കളും ഉണ്ടാകാം. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ പിണറായി വിജയൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാതയിലാണ്? അത് കമ്മ്യൂണിസ്റ്റ് പാതയാണോ ഇപ്പോഴുള്ള പോക്ക്? അല്ലല്ലോ. കാരണം കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള പല പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി. അതിലൊന്നായിരുന്നില്ലേ മുനമ്പം? മുനമ്പം വിഷയത്തെ ഇതുപോലെ വിർണമാക്കാൻ ശ്രമിച്ചത് ആരാ? മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ച നിസാർ കമ്മീഷൻ അല്ലേ? CPMന്റെ കൗൺസിലറായി മത്സരിച്ച ആളാണ് നിസാർ. ആ നിസാർ കമ്മീഷനാണ് ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത്. ഇപ്പോൾ പരമോന്നത നീതിപീഠം കൂടി പറഞ്ഞു ആ വിഷയത്തിൽ അത് വഖഫാണോ എന്ന് പരിശോധിക്കപ്പെടണം. കോടതി എന്തോ പറയും? ഞങ്ങൾ പറയുന്നത്, ലീഗ് എപ്പോഴും പറയുന്നു കോടതി പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാം.
കോടതി പറയുന്നത് അംഗീകരിക്കാം. പക്ഷേ CPM ഉദ്ദേശിച്ചത് എന്താണ്? ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ക്രിസ്ത്യൻ സമുദായത്തെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയം വളർത്താനാകുമോ? അതിനുള്ള പരിശ്രമം ആരംഭിച്ചു എന്ന് കണ്ടപ്പോഴാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ അരമനയിൽ പോയി ബിഷപ്പുമാരോട് പറഞ്ഞത്, അവിടെ താമസിക്കുന്ന ഒറ്റ ക്രിസ്ത്യാനിയെയും കുടിയിറക്കുക എന്നത് ഞങ്ങളുടെ അജണ്ടയല്ല. രാജ്യത്തിന്റെ നീതിപീഠം പറയുന്നത് എന്താണോ അത് ഞങ്ങൾ അംഗീകരിക്കും. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം CPM നടത്തിയെന്ന് ബോധ്യപ്പെടുത്താനാണ്. പിന്നെ വരുന്ന നിലമ്പൂർ ബൈ ഇലക്ഷനാണ്. വർഗീയത വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. എന്താ ചെയ്തത്? ആദ്യം വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങോട്ട് അയച്ചു. പഴയ കാലത്തൊരു പഴഞ്ചൊല്ലുണ്ട്, മുള്ളമടയിലേക്ക് നല്ലത് പഞ്ഞനാണെന്ന്. നടേശൻ വന്നു. നടേശൻ വന്നിട്ട് പറഞ്ഞു, മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല, മലപ്പുറം വഴി സഞ്ചരിക്കുമ്പോൾ എനിക്ക് വലിയ ഭയമാണ്, അവിടെ ഹിന്ദുക്കൾ വലിയ പ്രയാസത്തിലാണ് മലപ്പുറത്ത്. എന്തായിരുന്നു നടേശന്റെ ലക്ഷ്യം? ആരാണ് നടേശനെ പറഞ്ഞയച്ചത്? ഞങ്ങളെന്ന് പറഞ്ഞില്ലേ നടേശനെ ഇങ്ങോട്ട് അയച്ചതിനെ സ്പോൺസർ ചെയ്തത് പിണറായി ആണെന്ന്? നടേശൻ വന്നു, തൊട്ടു പിന്നാലെ സൂരജും വന്നു, സ്ഥാനാർത്ഥിയായി. പക്ഷെ പ്രബുദ്ധമായ നിലമ്പൂരിലെ വോട്ടർമാർ ഒരുമിച്ച് നിന്നു. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒന്നാന്തരം പോരാട്ടം. ആ പോരാട്ടത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. അവിടെ നടത്തിയ പോരാട്ടം എന്താണ്? വർഗീയത വളർത്താനുള്ള ശ്രമം. ഞങ്ങൾ കരുതിയത് അവസാനിപ്പിക്കുമെന്നാണ്. അന്നത് പറഞ്ഞ സമയത്ത് അത്തരം കാര്യങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കരുത് എന്ന് പറയുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്. പിണറായി വിജയൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത്തരം നിരന്തരമായ പ്രസ്താവന ഈഴവ സമുദായത്തിന്റെ പേരിൽ വലിയ വർത്തമാനം പറയുന്ന സമയത്ത് സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചാൽ അത് തെറ്റല്ല. അത് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളാണ്. ഞാൻ ചോദിക്കട്ടെ, സമാനമായി മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട ചില അവകാശപ്പെട്ടത് ചില നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകൻ KM ഷാജി പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഷാജി പറയുന്നതിന് വർഗീയതയുടെയും പാകിസ്ഥാൻ മുദ്രയും ഒക്കെ നൽകുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അതാണ് ഞങ്ങൾക്കറിയാത്തത്. വെള്ളാപ്പള്ളി നടേശന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത നിങ്ങൾ വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയതയെ പോലെ എപ്പോഴെങ്കിലും ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നിർത്തിയില്ല. പിന്നെ പിണറായി വിജയൻ ഏറ്റെടുക്കുന്ന ജോലി എന്താണ്? അയ്യപ്പ സംഗമം നടത്തുക. ഞങ്ങൾക്കറിയാമായിരുന്നു. ആ അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നു വരുന്നത് എങ്ങനെയാണ്? ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിലിരുത്തിയിട്ട് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ചിരിയിൽ തോണ്ടി അപമാനിക്കുക. ഇവിടുത്തെ മലപ്പുറത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ചിരിയിൽ തോണ്ടുന്ന ജോലിയാണ് പിണറായി ചെയ്തത്. തന്റെ കാറിൽ കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിലെത്തി. പക്ഷെ അയ്യപ്പ സംഗമത്തിനാണല്ലോ വരുന്നത്, അയ്യപ്പനാണല്ലോ. ഒരുപാട് വിശ്വാസികളുടെ പിൻബലമുണ്ടാകുമല്ലോ. നമ്മോട് പോലും പറയാറുണ്ട്, ഇതര മതസമുദായങ്ങളുടെ ആരാധന വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത്, അത് നിന്റെ നാഥനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഒരു ജനതയുടെ വിശ്വാസമല്ലേ അത്? ആ വിശ്വാസത്തെ വിർണപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? സുകുമാരൻ നായരെ കൊണ്ടുവന്നിരുത്തി ഇനി അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുമോ എന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്
ഏറ്റവും വലിയ രസാവം എന്ന് പറയുന്നത് ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോലും അത് ഉയർത്തിപ്പിടിക്കുന്ന മതമൈത്രിയാണ്. കാരണം ശബരിമല ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു അയ്യപ്പൻ ആദ്യം പോകേണ്ടത് അവിടെ പള്ളിയിൽ പോയിട്ട് പേട്ട തുള്ളണം. എരുമേലി മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് പേട്ട തുള്ളിയിട്ട് ആ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് അവർ പോകേണ്ടത്. സത്യത്തിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര നന്മയുടെ മതമൈത്രിയുടെ ഒരു ശരിയായ കേന്ദ്രമാണത്. ബിഷപ്പ് പിണറായി അങ്ങ് അയ്യപ്പനെ മാത്രമല്ലല്ലോ പഠിച്ചത്, വാവര് സ്വാമിയായും പഠിച്ചിട്ടില്ലേ? അയ്യപ്പന്റെ പേരിൽ അങ്ങ് വിളിച്ച അയ്യപ്പ സംഗമത്തിലേക്ക് വാവര് സ്വാമിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ അങ്ങേക്കൊന്ന് വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചിട്ടില്ലല്ലോ. ആ പിന്നിലുള്ള ബാനറിൽ അയ്യപ്പൻ പോലുമില്ല. അയ്യപ്പന്റെ സ്ഥാനം ഇയാൾ കവർന്നു. അയ്യപ്പന്റെ സ്ഥാനം പിണറായി കവർന്നാൽ പിന്നെ കിട്ടാൻ പോകുന്നത് എന്താണ്? പിന്നെയാണ് ഇപ്പം അറിയുന്നത് വലിയ തീവട്ടിക്കൊള്ള. ചെറിയ തോതിലല്ല, ഓരോ സാധനവും തൂക്കിയെടുത്തിപ്പോൾ പറയുന്നത് ഒരാൾ തന്നെ കൊണ്ടുപോയത് 1.5 കിലോ സ്വർണ്ണമുണ്ടെന്നാണ്. 1.5 കിലോ സ്വർണം, തമാശയല്ല. എത്ര വാതിലിൻ്റെ കട്ടില് എല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പം കേൾക്കുന്നത് മറയൂരിൽ നിന്ന് നേർച്ചയാക്കുന്ന ചന്ദ്രമുട്ടികൾ പോയിട്ടുണ്ട് എന്നാണ്. മറയൂരിൽ നിന്ന് ചന്ദ്രമുട്ടി വരുന്ന എന്തിനാണ്? അവിടെ അരക്കാനാണ്. ചന്ദനം അരച്ചിട്ട് ഭസ്മമായൊക്കെ കൊടുക്കുന്ന ചന്ദ്രമുട്ടികൾ പോയിട്ടുണ്ട്. വലിയ തോതിൽ ഇവരുടെയൊക്കെ കയ്യിൽ ഒരു ക്ഷേത്രത്തിന്റെ ഭരണമേൽപ്പിച്ച എല്ലാം പരിശോധിക്കണമെന്നാണ് കേരളത്തിൽ. 10 കൊല്ലം എന്തൊക്കെ നടന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്തൊക്കെ നടന്നു എന്ന് ഒരു നാടിന്റെ വല്ലാത്ത പരിണാമങ്ങൾ, നാടിനെ വർഗീയവൽക്കരിക്കാൻ അക്രമം അഴിച്ചുകൊണ്ട് ഒരു നാട് സാമ്പത്തികമായി തകർന്നു. കോടി രൂപയാണ് അത് മാത്രമാണ് ഈ വർഷത്തെ ഏറ്റവും തൊഴിലില്ലായ്മ മൂലം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത സ്റ്റേറ്റ് കേരളമാണ്. ഇന്ന് മലയാള മനോരമ ഒരു മനോഹരമായ ഒരു കർഷകന്റെ ആ 10 വർഷം തലക്കെട്ട് അങ്ങനെയാണ്. കർഷകന്റെ ആ 10 വർഷം, ആ 10 വർഷം, ആ 10 വർഷം, ആ 10 വർഷം. എന്നിട്ട് ആപത്ത് എന്താണെന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുകയാണ്. കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന വേദനയാണ് പറയുന്നത്. എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. എന്നിട്ട് പ്രതികരിക്കുന്നവരെ മുഴുവൻ പോലീസിന് ഉപയോഗിച്ച് അടിക്കുക, തല്ലുക. തിന്ന ആളൊന്നൊന്നുമില്ല. ഷാഫി പറമ്പില്ലേ, നിങ്ങൾ കണ്ടില്ലേ എന്തൊരു വൃത്തികെട്ട മുഖമാണത്?
സത്യത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള പ്രിവിലേജ് പാർലമെന്റ് അംഗങ്ങൾ കൊടുത്തത്. ഒരു പാർലമെന്റ് അംഗം എന്തായിരിക്കണം? പാർലമെന്റ് അംഗത്തോടുള്ള ഉദ്യോഗസ്ഥ പെരുമാറ്റം എന്താകണം? ഇതൊന്നും അറിയാത്തവരല്ല ഇവര്. അവരാണ് പിന്നിൽ നിന്ന് ചാടിയിട്ട് ഒരു MP യുടെ മൂക്കടിച്ചു പൊട്ടിക്കുക, എന്നിട്ട് ആദ്യം നിഷേധിക്കുക. ഒടുവിൽ അവർക്ക് പറയേണ്ടി വന്നു, റൂറൽ SP ബൈജുവിന് പറയേണ്ടി വന്നു, ഞങ്ങൾക്ക് അപാകത പറ്റിയിട്ടുണ്ട്. പൊരുതുന്ന യുവജന നേതാക്കന്മാർക്കെതിരെ പൊരുത ഇവിടെ നവാസിദ്, അവിടെ MSF നേതാക്കന്മാർ ഒരുപാട് പേര് ആശുപത്രിയിലാണ് ഇപ്പോഴും. ഇതൊക്കെ തല്ലി ചതച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നാണോ ധരിക്കുന്നത്? എല്ലാം തകർന്നു കിടക്കുന്നൊരു കാലം. എല്ലാ മേഖലയിലും ഇവർക്കെതിരായി ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. യുവത ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അതാണ്. കേരളം പാകപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു കൊടുങ്കാറ്റായി മാറാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഷാഫി പറമ്പിലിനെ ആകട്ടെ, MSF നേതാക്കളെ ആകട്ടെ, ഇങ്ങനെ ജനനേതാക്കന്മാരെ തെരുവിൽ തല്ലുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഞങ്ങൾ ഏത്തമിടിച്ചിട്ടല്ല തുടങ്ങി. പോലീസിന്റെ നാടിനെ തകർക്കാനുള്ള മുസ്ലിം ലീഗ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, മുസ്ലിം യൂത്ത് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ യുവത നടത്തുന്ന ഈ പോരാട്ടത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിൻബലമുണ്ടാകും എന്ന് അപേക്ഷിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ചടങ്ങിനെ തുടക്കം കുറിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.